എന്നെ ഒന്നിനും കൊള്ളാത്തവൻ, യൂസ്ലെസ് എന്ന് പറയാൻ നിങ്ങൾക്കെന്തവകാശം എന്ന് തട്ടിക്കയറുന്നവരാണ് ബഹുഭൂരിപക്ഷം ജനങ്ങൾ. ജ്ഞാനികൾക്ക് അങ്ങനെയില്ല. അവരെ അപമാനിച്ചാൽ, അവരെ സ്തുതിക്കുന്നതിനേക്കാളും അവർക്ക് സന്തോഷമുണ്ടാകും. സുഖയന്തി യഥാരാമ, ഏകാന്തതയും തന്നെ നിന്ദിക്കുന്നതും തനിക്ക് ദൗർഭാഗ്യം ഉണ്ടാകുന്നതും ജനങ്ങൾ തന്നെ പരിഹസിക്കുന്നതുമൊക്കെ ജ്ഞാനികൾക്ക് എന്തെന്നില്ലാത്ത സുഖത്തെ നൽകുന്നു. അത്രയും സുഖം അവർക്ക് ഐശ്വര്യം ഉണ്ടാകുമ്പോൾ അവർ അനുഭവിക്കുന്നില്ല. അവർക്ക് ഒരു 100 കോടി RBIയുടെ ഒറിജിനൽ നോട്ട്, കള്ളനോട്ടല്ല, 100 കോടി രൂപ അങ്ങേക്ക് തരാം. ഇത് വേണോ? അങ്ങേ 4 തെറി മുഖത്ത് നോക്കി വിളിക്കുന്നത് ഏതാണ് അങ്ങേക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ, പൈസ കൊണ്ട് എനിക്കെന്ത് കിട്ടാൻ? 100 കോടിയോ 1000 കോടിയോ കിട്ടിയിട്ട് എന്ത് പ്രയോജനം? ഇതൊക്കെ സൂക്ഷിക്കാൻ ഞാൻ നടക്കണം. അതുകൊണ്ട് അത് വേണ്ട. പറ്റുമെങ്കിൽ എന്നെ 4 തെറി വിളിച്ചിട്ടു. അല്ല, അങ്ങ് മഹാത്മാവല്ലേ? ഈ അങ്ങ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ശരീരത്തെയാണോ? ഈ ശരീരത്തിലുള്ള വ്യക്തിത്വത്തെയാണോ? അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തിൻ്റെയും അധിഷ്ഠാനമായിരിക്കുന്ന ആത്മാവിനെയോ? ആത്മാവിനെയാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ നീ എന്നെ തെറി വിളിച്ചാൽ ഞാൻ തന്നെ നിൻ്റെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് എന്നെ തെറി വിളിക്കുന്നതായി വിചാരിക്കും. അത്രയേ ഉള്ളൂ. കാരണം ആത്മാവ് ഒന്നാണ്. പല ശരീരങ്ങളിലും അത് പ്രകാശിക്കുമെങ്കിലും അത് ഒന്ന് തന്നെയാണ്. അപ്പോൾ മറ്റൊരു ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ തന്നെ എന്നെ തെറി വിളിക്കുന്നു, അതിനെന്താ? അതൊരു രസമല്ലേ കേൾക്കാൻ? ഇനി പരമാത്മാവിനെയാണ് നീ തെറി വിളിക്കുന്നതെങ്കിൽ, അല്ല, ജീവഭാവത്തെ, എൻ്റെ ഉള്ളിലുള്ള അഹങ്കാരത്തെ, ഞാനെന്ന വ്യക്തിയെയാണ് നീ അധിക്ഷേപിക്കുന്നതെങ്കിൽ അതും എനിക്ക് സന്തോഷം തന്നെ. കാരണം ഞാൻ തന്നെ ഈ ഞാനിനെ പുറന്തള്ളിയിരിക്കുന്നു. നിസ്സാരമാണെന്ന് കരുതി അതിനെ പുച്ഛിച്ച് തള്ളിയിരിക്കുകയാണ്. നീയും കൂടെ പുച്ഛിക്കുന്നെങ്കിൽ പുച്ഛിച്ചോ, തെറി വിളിക്കണമെങ്കിൽ വിളിച്ചോ. കാരണം അതിന് ഞാൻ യാതൊരു പ്രാധാന്യവും കൽപ്പിച്ചിട്ടില്ല. ഇതാണ് ജ്ഞാനികളുടെ സ്വഭാവം. മഹാ ഐശ്വര്യം, മഹദൈശ്വര്യങ്ങളെക്കാളും ജീവിതത്തിൽ ഏകാന്തതയും അപമാനവും ദൗർഭാഗ്യവും ജനങ്ങളുടെ അധിക്ഷേപവുമൊക്കെ ജ്ഞാനികളെ വല്ലാണ്ട് സുഖിപ്പിക്കുന്നു. കിമർത്ഥം തേ ഖ്യാത്യാദി നേച്ഛന്തി തത്രാഹ, പ്രശസ്തി എന്തുകൊണ്ടാണ് ഈ ജ്ഞാനികൾ ആഗ്രഹിക്കാത്തത്? ഖ്യാതി മാനധനാദി സമൃദ്ധവും ജനസാമാജാഭിമാനാദ്യനർത്ഥ സഹസ്രൈഹി വിക്ഷേപേ ആത്മസുഖാനുഭവ വിച്ഛേദാപത്തേരിതി ഭാവ. ഇവർ എന്തുകൊണ്ടാണ് ജനങ്ങളിൽ നിന്നുള്ള അംഗീകാരം ആഗ്രഹിക്കാത്തത് എന്ന് ചോദിച്ചാൽ, ഈ ഖ്യാതി, തന്നെ മറ്റുള്ളവർ ആദരിക്കുന്നത്, അതുപോലെ സമ്പദ് സമൃദ്ധി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ തനിക്ക് യഥാർത്ഥത്തിൽ ലഭിച്ചാൽ ജനസാമാജ അഭിമാനാദ്യനർത്ഥ സഹസ്രൈർ വിക്ഷേപേ. ജനസാമാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾ പലരും വന്ന് നമസ്കരിക്കുന്നു, ഓരോ ഉപഹാരങ്ങൾ സമർപ്പിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഈ മായയിൽ താൻ പെട്ടുപോകുമോ എന്നൊരു ചെറിയ ഭയം ജ്ഞാനിക്കുണ്ട്. കാരണം ഈ മായ നമ്മെ പിടികൂടാൻ തക്കം പാർത്ത് കഴിയുകയാണ്. അപ്പോൾ പല വേഷങ്ങളിൽ പല രൂപത്തിലും മായ പിടികൂടാൻ ശ്രമിക്കും. അപ്പോൾ ഈ മായയുടെ പിടിയിൽ താൻ ഒരിക്കലും പെടാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നേ പറ്റൂ എന്ന് കരുതുന്നത് കൊണ്ടാണ് ഇവർ ജനമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാത്തത്. ഈ മായ പേരിലും പ്രശസ്തിയിലുമൊക്കെ ഉള്ള ആഗ്രഹമുണ്ടല്ലോ, അത് അനർത്ഥ സഹസ്രങ്ങൾക്ക് വഴിതെളിക്കും. അനർത്ഥ സഹസ്രം എന്ന് പറഞ്ഞാൽ എണ്ണമറ്റ അസംഖ്യം അനർത്ഥങ്ങൾ ഇതുകൊണ്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ മനസ്സ് വിക്ഷിപ്തമാകും, മനസ്സ് ക്ഷോഭിക്കും, മനസ്സ് സംഘബദ്ധമാകും,
രാഗദ്വേഷ കലുഷിതമാകും. മനസ്സ് കലുഷിതമായാൽ ആത്മസുഖം തടസ്സപ്പെടും. അങ്ങനെ ആത്മസുഖം ഒരിക്കലും വിച്ഛേദിക്കപ്പെടരുത് എന്ന നിർബന്ധമുള്ളതുകൊണ്ട്, നിഷ്കർഷയുള്ളതുകൊണ്ട് ജ്ഞാനികൾ ലൗകികന്മാരിൽ നിന്നും അകന്നു കഴിയുന്നു. അവർക്ക് പേരിലും പ്രശസ്തിയിലും അവാർഡിലും ഒന്നും ഒരു താല്പര്യവുമില്ല. അമാനം എന്ന് പറഞ്ഞാൽ പൂജാവർജനം. പൂജിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അപമാനിക്കുക, നിന്ദിക്കുക, അവഹേളിക്കുക എന്നൊക്കെയാണ്. അതാണ് അവർക്കിഷ്ടം ജ്ഞാനികൾക്ക്. ദൗർഗത്യം, അകിഞ്ചനത. ദൗർഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പൂർണ്ണ ദാരിദ്ര്യം, 10 പൈസ കയ്യിലെടുക്കാനില്ല. അത് അവർ വളരെയേറെ ആഗ്രഹിക്കുന്നു. സമ്പദ് സമൃദ്ധിയെക്കാളും ദാരിദ്ര്യത്തെ സ്വയം ആഗ്രഹിക്കുന്നവരാണ് ഈ ജ്ഞാനികൾ. ജനൈരവജ്ഞപ്തയോവജ്ഞാഹ. ജനങ്ങൾ തന്നെ നിന്ദിക്കുന്നത്, തന്നോട് അവജ്ഞ, വെറുപ്പ് പ്രകടിപ്പിക്കുന്നതാണ് ജ്ഞാനികൾക്കിഷ്ടം. കാരണം നമ്മുടെ അടുത്ത് ആരും വരില്ല. നമ്മുടെ ചുറ്റും ആള് കൂടാൻ സമ്മതിക്കരുത്. ഈ ഒരു വിചാരമാണ് ജ്ഞാനിയുടെ ഉള്ളിലുള്ളത്. തനിക്ക് ചുറ്റും ആള് കൂടുക, ആള് കൂടിക്കഴിഞ്ഞാൽ സംഘടനകളുണ്ടാകും. സംഘടനകളുണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ മുമ്പേ, ഞാൻ ട്രഷറർ, ഞാൻ പ്രസിഡന്റ്, ഞാൻ സെക്രട്ടറി എന്ന് പറഞ്ഞ് ഓരോരുത്തരെ ആളാവും. ഇതൊക്കെ തൻ്റെ പേരും പറഞ്ഞ് ഇവന്മാർ ഓരോന്ന് കാട്ടിക്കൂട്ടും. അതൊന്നും കാണാൻ ജ്ഞാനിക്ക് അശേഷം താല്പര്യമില്ല. അതുകൊണ്ടാണ് ഈ ആളുകളെ തന്നിലേക്ക് അടുപ്പിക്കാത്തത്. ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യും. വന്നോ, എന്തുണ്ട് വിശേഷം, സംശയം എന്തെങ്കിലും ഉണ്ടോ? ഞാനല്ല, ബാലകൃഷ്ണൻ നായർ സാറ് ചോദിക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ എന്തുണ്ട്, ഒരുപാട് ദിവസമായല്ലോ. ഇത് കേട്ടാൽ തോന്നും സാറ് നമ്മളെ കാത്തിരിക്കുകയാണെന്ന് തോന്നും, ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് തോന്നും. ഒന്നുമല്ല, എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ് പറയുന്നത് സാർ. ആര് കയറി വന്നാലും ഒരു മുൻപരിചയം ഇല്ലാത്ത വ്യക്തിയോടും വരൂ, ഇരിക്കൂ, എന്താ വന്നത്. എല്ലാവരും താൻ തന്നെ എന്നാണ് ഒരു ജ്ഞാനി കാണുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആരോടും നീരസമോ വെറുപ്പോ അശേഷമില്ല. എന്നിട്ട് ചോദിക്കുക, എന്താ സുഖമാണോ? എന്തൊക്കെയുണ്ട്. ആത്മാവ് മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ, മറ്റൊന്നുമില്ല. മറ്റുള്ളതെല്ലാം മായയാണ്. എപ്പോഴും ഈ സത്യം ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കും. മനസ്സ് രാഗദ്വേഷ കലുഷമാകാതെ ശ്രദ്ധിച്ചോളൂ. ആത്മാവ് ആനന്ദഘനമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ വേറൊന്നും ജ്ഞാനികൾ സംസാരിക്കാറില്ല. അപൂർവമായി ചില കൊച്ചു വർത്തമാനങ്ങളും പത്രത്തിൽ വന്ന വാർത്തകളും ഒക്കെ അവരുടെ പ്രഭാഷണത്തിനിടയ്ക്ക് അവർ പറഞ്ഞു എന്ന് വരാം. പക്ഷേ ബാഹ്യ വിഷയങ്ങളിൽ ഒട്ടും താല്പര്യം കാണിക്കാത്തവരാണ് ഈ ജ്ഞാനികൾ. 30ാമത്തെ ശ്ലോകം വായിക്കാം. സ്വസംവേദന സംവേദ്യ സാരാ വിദിതവേദ്യത നൈഷാ ദർശയിതും ശക്യാ ദൃശ്യത്തെ ന ച തദ്വിദ. സ്വസംവേദന സംവേദ്യ സാരാ. ഒരാൾ ജീവിതത്തിൽ അറിയേണ്ടത് ഒരൊറ്റ കാര്യം മാത്രം, താൻ ആരാണ് എന്നുള്ള കാര്യം. അതറിയാതെ ഇവിടുന്ന് പോകുന്നവൻ ജീവിതത്തെ വ്യർത്ഥമാക്കുന്നവനാണ്. അവൻ്റെ ജീവിതം കൊണ്ട് അവന് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. അതേസമയം താൻ ആര് എന്ന കാര്യം മനസ്സിലാക്കിയാൽ മറ്റൊന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അവൻ വേദം പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ശാസ്ത്രങ്ങൾ വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മന്ത്രം ജപിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പൂജ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ലോകത്തെ നന്നാക്കിയാലും നന്നാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ തന്നെ അറിയാതെ ഈ ലോകം വിട്ടു പോവുക, ഈ ശരീരം ഉപേക്ഷിക്കുക, അതാണ് ഏറ്റവും വലിയ നാശം. അതാണ് ഏറ്റവും വലിയ നഷ്ടം, നികത്താൻ പറ്റാത്ത നഷ്ടം. അതൊരിക്കലും നമുക്ക് ഉണ്ടാവരുത്. നമ്മൾ ആത്മലാഭം നേടി ജീവിതം ധന്യമാക്കുകയാണ് വേണ്ടത്. ജീവിതത്തെ പാഴാക്കി കളയരുത്, നഷ്ടമാക്കരുത്. അമൂല്യമായ മനുഷ്യജന്മം
അസുലഭമായ ഒരവസരമാണ് ഈ മനുഷ്യജന്മം. എന്തിന്? സത്യത്തെ സാക്ഷാത്കരിക്കാൻ. അപ്പോൾ ആ ഒരു ഉദ്ദേശ്യം സഫലമാക്കാതെ ഇവിടുന്ന് മരിച്ചു പോകുന്നവർ കൃപണന്മാരാണ്. കൃപണന്മാർ എന്ന് പറഞ്ഞാൽ അനുകമ്പാർഹർ. അവരോട് ജ്ഞാനികൾക്ക് കാരുണ്യമാണ് തോന്നുന്നത്, കഷ്ടം, സഹതാപമാണ് ജ്ഞാനികൾക്ക് അത്തരം ജനങ്ങളോട് തോന്നുന്നത്. അതുകൊണ്ട് താൻ ആരാണ് എന്ന് അറിഞ്ഞതിന് ശേഷം വേണം ഇവിടുന്ന് പോവാൻ. പക്ഷെ ഞാൻ ആരാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എവിടെയും പോകേണ്ട ഒരു ആവശ്യമില്ല. കാരണം തന്നിലാണ് പ്രപഞ്ചം നിൽക്കുന്നത് എന്ന് മനസ്സിലാവും. അപ്പോൾ പിന്നെ താൻ എവിടെ പോകാൻ? താൻ ഇല്ലാത്ത സ്ഥലത്തേക്കല്ലേ പോകാൻ പറ്റൂ? പ്രപഞ്ചം മുഴുവൻ ഞാനാകുന്ന ബോധത്തിലാണ് നിൽക്കുന്നത് എന്ന സത്യം പിടികിട്ടിയ ഒരു വ്യക്തി എങ്ങോട്ട് പോകും? അദ്ദേഹം ഇല്ലാത്ത ഒരു സ്ഥലമില്ലല്ലോ. പരലോകത്തിലും അദ്ദേഹമുണ്ട്, ഇഹലോകത്തിലും അദ്ദേഹമുണ്ട്, ഭൂമിയിലും സ്വർഗത്തിലും പാതാളത്തിലും അണുവിൻ്റെ ഉള്ളിലും തുരുമ്പിൻ്റെ ഉള്ളിലും തൂണിൻ്റെ ഉള്ളിലും ഗോളാന്തരങ്ങളിലും വ്യാപിച്ചു നിൽക്കുന്ന ഈ ആത്മതത്വമാണ് താൻ എന്നറിയുന്നവൻ എവിടെ പോവും? അവന് ബലിതർപ്പണം, ശ്രാദ്ധം ഇതൊന്നും ആവശ്യമില്ല. അവന് മരണാനന്തര ചടങ്ങ് പോലും ആവശ്യമില്ല. അയാളുടെ ആകപ്പാടെയുള്ള ഒരാവശ്യം ഈ ശരീരം എത്രയും പെട്ടെന്ന് കത്തിച്ച് ചാമ്പലാക്കണം, അത്രയേ ഉള്ളൂ. കാരണം ഇത് പാഞ്ചഭൗതിക ശരീരമാണ്, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അത് ചീഞ്ഞളിയും, അതിൽ നിന്ന് ദുർഗന്ധം വമിക്കും, അതിൽ പുഴുക്കളുണ്ടാവും. പരിസര മലിനീകരണത്തിന് എൻ്റെ ശരീരം കാരണമാകരുത്. ഞാൻ ചത്താലും ലോകത്തിന് അതുകൊണ്ട് ഒരു ഉപദ്രവവും ഉണ്ടാകരുത്. അതുകൊണ്ട് എൻ്റെ ശരീരത്തെ എത്രയും പെട്ടെന്ന് കത്തിച്ച് കളഞ്ഞേക്കൂ. ഇതാണ് ജ്ഞാനികൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അതിനെ ഈജിപ്തിലും മറ്റുമൊക്കെ മമ്മികളെന്ന് പറയും. ഒരു പെട്ടിയിൽ കിടത്തി ഉണ്ട്. ജ്ഞാനികളല്ലാത്തവരും അവരുടെ ബോഡി എൻ്റെ എന്താ പറയുന്നത് ചിതാഭസ്മം ഇന്ന സ്ഥലത്ത് കൊണ്ട് നദിയിലോ കടലിലോ കൊണ്ട് ഒഴുക്കണം എന്നൊക്കെ പറയുന്ന എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. എൻ്റെ മരണശേഷം എനിക്ക് കൃത്യമായും മറ്റേ ഇതുണ്ടല്ലോ ശ്രാദ്ധവും മറ്റുമൊക്കെ അതൊക്കെ ചെയ്യണം, കുട്ടികൾ ചെയ്യണം എന്നാഗ്രഹിക്കുന്നവരുണ്ട്. അതായത് താൻ ഇവിടെ ഉള്ളപ്പോഴും സുഖമായിരിക്കണം, ഇവിടുന്ന് ചത്തുപോയി പരലോകത്തിൽ പ്രേതാത്മാവായിട്ട് അലഞ്ഞു നടക്കുമ്പോഴും തൻ്റെ കുട്ടികളിൽ നിന്നും തൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്നുമൊക്കെ എന്തെങ്കിലും നന്മ പ്രതീക്ഷിക്കുന്നവരാണ് ജനങ്ങളിൽ ഭൂരിഭാഗവും. അതിലൊക്കെ വിശ്വാസമുള്ളത് കൊണ്ടാണ് അവർ അതൊക്കെ ചെയ്യാൻ പറയുന്നത്. ജ്ഞാനിക്ക് ഇവിടെ മരണമേ ഇല്ല. ശരീരം നശിക്കുന്നു, ശരീരനാശത്തിൽ താൻ നശിക്കുന്നില്ല, താൻ മരിക്കുന്നില്ല. ഞാൻ മരിച്ചിട്ടില്ലെങ്കിൽ എനിക്കെന്തിന് ബാഹുബലി, എനിക്കെന്തിന് ശ്രാദ്ധം? ഇതെല്ലാം തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടാകുന്നതാണ്. നമ്മുടെ ഇഹലോക ജീവിതവും പരലോക ജീവിതവും അജ്ഞാനത്തിൽ അധിഷ്ഠിതമാണ്. ഈ അജ്ഞാനം ഉള്ളിൽ നിന്ന് നീങ്ങിയാൽ, താൻ ആത്മാവാണെന്ന സത്യം തിരിച്ചറിഞ്ഞാൽ അവന് ഒന്നും ആവശ്യമില്ല. ജീവിച്ചിരിക്കുമ്പോഴും ആവശ്യമില്ല, ചത്തതിന് ശേഷവും ആവശ്യമില്ല. അപ്പോൾ ഈ ജ്ഞാനി അറിയേണ്ടതിനെ അറിഞ്ഞവനാണ്. സ്വസംവേദനം, ഞാനുണ്ട് എന്ന അനുഭവത്തിന് അധിഷ്ഠാനമായി വർത്തിക്കുന്നതാണ് ഈ ആത്മാവ് അഥവാ ബ്രഹ്മം. അതിനെ മറമാറ്റി അനുഭവിച്ചവനായതുകൊണ്ട്, അറിയേണ്ടതിനെ അറിഞ്ഞവനായതുകൊണ്ട്, ഇനി അറിയപ്പെടാൻ ഒന്നും ഇല്ലാത്തവനായതുകൊണ്ട്, ഇനി അറിയാൻ ഒന്നും അവശേഷിക്കുന്നില്ല. ഈ ഒന്നാണ് എല്ലാമായി തീർന്നിരിക്കുന്നത്. ഇനി എന്തറിയാൻ? ഇത് തന്നെയാണ് പ്രപഞ്ചം, ഇത് തന്നെയാണ് എൻ്റെ ഉള്ളിൽ ഞാനായി പ്രകാശിക്കുന്നത്.
ഇത് തന്നെയാണ് ഈശ്വരനായും വർത്തിക്കുന്നത്. ഈ ആത്മാവ് മാത്രമേ ഉള്ളൂ എന്ന സത്യം തിരിച്ചറിയുന്ന ഒരാൾ, അയാളാണ് അറിയേണ്ടതിനെ അറിഞ്ഞവൻ, വിദിതവേദ്യൻ. ഈ വിദിതവേദ്യത, അറിയേണ്ടതിനെ അറിഞ്ഞു കഴിഞ്ഞാലുള്ള ആ അവസ്ഥയുണ്ടല്ലോ, അത് നൈഷാ ദർശയിതും ശക്യ. അത് മറ്റൊരാളെ കാണിക്കാൻ പറ്റില്ല, മറ്റൊരാളോട് പറഞ്ഞു ഫലിപ്പിക്കാനും പറ്റില്ല. താൻ എന്താണ് ഉള്ളിൽ കണ്ടെത്തിയത്, തൻ്റെ ആ അനുഭവം എന്താണ് എന്നുള്ളത് ഒരിക്കലും ഒരല്പം പോലും അതിനെ വാക്കുകളിലൂടെ വർണ്ണിക്കാൻ സാധ്യമല്ല. എന്തു ചെയ്യാൻ പറ്റും? സർവേശ്വരൻ ഇങ്ങനെ തന്നെ അറിഞ്ഞവരെ തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ നിന്നും ഏതോ ഒരു തരത്തിൽ അദ്ദേഹം ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇത് ഓരോ വ്യക്തിയും സ്വയം അറിഞ്ഞ് അനുഭവിക്കേണ്ടതാണ്. മറ്റൊരാളുടെ വാക്കിനകത്ത് ഈ അനുഭവം ഒരിക്കലും ഉൾപ്പെടില്ല. അതുകൊണ്ട് ഇതിനെ വാക്കുകൊണ്ട് വർണ്ണിക്കാൻ സാധ്യമല്ല. നൈഷാ ദർശയിതും ശക്യ. ഇതിനെ മറ്റൊരാളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധ്യമല്ല. എന്തിനെ? ഈ ജ്ഞാനത്തെ, ആത്മാനുഭവത്തെ. ദൃശ്യതേനച തദ്വിധ. ഇതിനെ കണ്ടെത്തിയവനുണ്ടല്ലോ, അയാൾ സമാധി ദശയിലാണ് ഈ ആത്മതത്വത്തെ കണ്ടെത്തുന്നത്. അയാൾക്ക് പോലും അതിനെ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ദുർഗ്രാഹ്യമായ ഒന്നായിത്തീരുന്നു. പക്ഷേ അനുഭവിക്കുമ്പോൾ ഒരു സംശയവുമില്ല. മനസ്സിലാക്കുന്നത് ബുദ്ധിയാണ്. നിങ്ങൾ ബുദ്ധിയുടെ സഹായത്തോടു കൂടി ഈ ആത്മതത്വം എന്താണ് എന്നറിയാൻ ശ്രമിച്ചാൽ ഒരിക്കലും അത് പിടികിട്ടില്ല. അതിനേക്കാളും വ്യക്തമായി നമുക്കതിനെ അനുഭവിക്കാൻ പറ്റും. ആത്മാനുഭവമാണ് എളുപ്പം. ആത്മാവിനെ മനസ്സിലാക്കുന്നത് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ്. വേദനയും സുഖവും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതെന്താണെന്ന് മറ്റൊരാളെ പറഞ്ഞ് കേൾപ്പിക്കുന്നത് വലിയ പ്രയാസമാണ്, പറയാൻ പറ്റില്ല. അതുപോലെയാണ് ഈ ആത്മാവിൻ്റെ ഈ സ്ഥിതി. ദൃശ്യതേനച തദ്വിധ. ഈ ആത്മജ്ഞാനം നേടിയ വ്യക്തിക്ക് പോലും അത് എന്താണ് എന്ന് ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്തറിയാൻ സാധ്യമല്ല. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലുണ്ടത്, അദ്ദേഹം വ്യക്തമായി അനുഭവിക്കുന്നു. പക്ഷെ ബുദ്ധിയെ വിനിയോഗിച്ച് അതെന്താണെന്ന് തീരുമാനിക്കാൻ അദ്ദേഹത്തിനും കഴിയുന്നില്ല. യാ വിദിതവേദ്യത സാ സ്വസംവേദനേന സ്വാനുഭവേനൈവ സംവേദ്യഃ. ഈ ജ്ഞാനനിഷ്ഠ അല്ലെങ്കിൽ ആത്മജ്ഞാനം എന്നുള്ളത് ഓരോ വ്യക്തിയും സ്വയം അനുഭവിച്ചറിയേണ്ടതാണ്. മറ്റൊന്നിലൂടെയും അതിനെ അറിയാൻ സാധ്യമല്ല. ഒരാൾ പറയുന്നത് കേട്ട് മനസ്സിലാക്കിയാലും അത് ആത്മാനുഭവത്തിന് തുല്യമാവില്ല. ശാസ്ത്രഗ്രന്ഥങ്ങൾ പഠിച്ച് അതിൻ്റെ സാരം ഉൾക്കൊണ്ടാലും അത് ആത്മാനുഭവത്തിന് സമാനമാവുകയില്ല. അതിനെ അനുഭവത്തിലൂടെ തന്നെ അറിയണം. യേഷ അന്യം പ്രതി ദർശയിതും ന ശക്യ. മറ്റൊരാൾക്ക് ഇതിനെ കാണിച്ചു കൊടുക്കാനോ വിവരിച്ച് കേൾപ്പിക്കാനോ ഒരിക്കലും സാധ്യമല്ല. യതഃ തദ്വിദാപി സാന ദൃശ്യത്തെ. എന്തുകൊണ്ടെന്നാൽ ആത്മജ്ഞാനം നേടിയ ആ വ്യക്തിക്ക് പോലും ഈ ആത്മജ്ഞാനം അദ്ദേഹത്തിൻ്റെ ആ സമാധി അവസ്ഥയിൽ മാത്രമേ അദ്ദേഹത്തിന് അറിയാൻ പറ്റൂ. അവിടെയാണ് ഈ മറ, അജ്ഞാന മറ പൂർണ്ണമായി നീങ്ങുന്നത്. അപ്പം അദ്ദേഹത്തിന് പോലും അതെന്താണെന്ന് വ്യക്തമായി ബുദ്ധിയുടെ തലത്തിൽ നിന്നുകൊണ്ട് അറിയാൻ സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം മറ്റൊരാളെ അത് പറഞ്ഞു കേൾപ്പിക്കുക? സാന ദൃശ്യതേ ന ദൃഗ്വിഷയീക്രിയതേ. അതിനെ, ഈ ആത്മാവിനെ മറ്റൊന്നെന്ന പോലെയല്ല ജ്ഞാനി അറിയുന്നത്. അത് തന്നെയാണ് ഞാനായി പ്രകാശിക്കുന്നത് എന്നാണ് അറിയുന്നത്. അപ്പോൾ മറ്റൊരു വസ്തു എന്ന പോലെ, രണ്ടാമതൊരു വസ്തു എന്ന പോലെ ഈ ആത്മാവിനെ ജ്ഞാനിക്ക് പോലും അറിയാൻ സാധ്യമല്ല. അങ്ങനെ ഉള്ളപ്പോൾ അതിനെ അദ്ദേഹം മറ്റൊരാൾക്ക് എങ്ങനെ വിശദീകരിക്കും? സ്വപ്രകാശതയൈവ സ്വയം പ്രഥത ഇത്യർത്ഥ. അത് സ്വയം പ്രകാശകമായ സത്യമാണ്. അതിൻ്റെ ഉണ്മയെ
അത് സ്വയം വെളിപ്പെടുത്തി തരും. അപ്പോഴാണ് ഒരു വ്യക്തി ആത്മാവിനെ അറിയുന്നത്. അത് ആത്മജ്ഞാനിയുടെ കേമത്തമല്ല, ആത്മാവിൻ്റെ കാരുണ്യമാണ്. ആ ആത്മാവിൻ്റെ കാരുണ്യം ലഭിച്ചാൽ അല്ലാതെ അതിനെ അറിയാൻ സാധ്യമല്ല. ഒരു ചെറിയ കുമിളയ്ക്ക് മഹാസമുദ്രത്തെ എങ്ങനെ അറിയാൻ പറ്റും? പരിമിതമാണ് ജീവഭാവം, അനന്തമാണ് ആത്മഭാവം. ഈ പരിമിതമായ ജീവഭാവത്തിൽ നിന്നുകൊണ്ട് അനന്തമായ ആത്മസത്തയെ മനസ്സിലാക്കാൻ സാധ്യമല്ല. അതിൻ്റെ അനുഗ്രഹം അത് ഉള്ളിലിരുന്നു കൊണ്ട് ഈ അജ്ഞാനമറയെ അത് തന്നെ ഇങ്ങനെ മാറ്റിത്തരും. അപ്പോൾ ജീവന് അതിനെ നേരിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ നമ്മുടെ സാധനകൾ കൊണ്ട് ഇതിനെ നേടാൻ പറ്റും എന്നുള്ള തെറ്റിദ്ധാരണ ഉള്ളിൽ നിന്ന് നീങ്ങും. അതുവരെ ഞാൻ ഇപ്പം നേടിക്കളയും, ഇപ്പം പിടിച്ചെടുത്ത് കളയും, തത്വവിചാരത്തിലൂടെ എല്ലാം ബ്രഹ്മമയം എന്നിങ്ങനെ നിരന്തരം ഉറപ്പിച്ച് സ്വന്തം കഴിവിലൂടെ ഞാൻ ഈ ആത്മജ്ഞാനം നേടും എന്നൊക്കെ സാധനയുടെ ആദ്യഘട്ടത്തിൽ ഒരു വ്യക്തി വിചാരിച്ചേക്കാം. പക്ഷേ സാധനയിൽ മുമ്പോട്ട് പോകും തോറും അദ്ദേഹത്തിന് ഒരു കാര്യം തെളിഞ്ഞു വരും. എൻ്റെ ശ്രമം കൊണ്ട് നേടപ്പെടുന്ന ഒന്നല്ല ഈ ആത്മാവ്. അതിൻ്റെ കാരുണ്യമുണ്ടെങ്കിൽ ഞാൻ അതിനെ നിഷ്പ്രയാസം കണ്ടെത്തും. ഇപ്പം അതിൻ്റെ കാരുണ്യം നേടാൻ എന്താണ് മാർഗം എന്ന് ചോദിച്ചാൽ അതിനെ തന്നെ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുക. എനിക്ക് ഇതല്ലാതെ വേറൊന്നും വേണ്ട എന്ന് തീരുമാനിച്ച് സദാ അതിനെ തന്നെ ചിന്തിച്ചുകൊണ്ട് അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മറ്റുള്ളതിനെ ഒന്നിനെയും ശ്രദ്ധിക്കാതെ, മറ്റുള്ളവയിൽ നമ്മുടെ ശ്രദ്ധ ചിതറിപ്പോകാതെ, ഒരു കൊക്ക് വയൽ വരമ്പത്ത് നിന്നുകൊണ്ട് മുന്നിലൂടെ ഒഴുകി വരുന്ന വെള്ളത്തിൽ എപ്പോഴാണ് ഒരു മീൻ കടന്നു വരുന്നത് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ മീൻ തൻ്റെ മുമ്പിലെത്തുമ്പോൾ ഒരൊറ്റ കൊത്ത് മീൻ കൊക്കിൻ്റെ കൊക്കിൽ, മീൻ കൊക്കിൻ്റെ കൊക്കിൽ. അതെന്താണ് രണ്ടാമത്തെ കൊക്കിൽ എന്ന് പറഞ്ഞാൽ? അതിൻ്റെ ചുണ്ടെന്ന് നമ്മൾ പറയത്തില്ലേ, അത് തന്നെ, അതിനും കൊക്കെന്നാണ് പറയുന്നത്. അപ്പോൾ കൊക്കിൻ്റെ കൊക്ക്, കൊക്കിൻ്റെ കൊക്കിലിരിക്കും മീൻ. ഇതുപോലെ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ ഈ ആത്മാവിനെ ശരണം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഞാനൊന്നും ചെയ്യുന്നില്ല, എന്നെക്കൊണ്ട് ഒന്നും വയ്യ എൻ്റെ ഭഗവാനെ. അങ്ങ് എന്നെ ഒരു മാതാവ് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് തൻ്റെ കൈകളിലേന്തി മുലപ്പാൽ നൽകുന്നത് പോലെ എൻ്റെ കരച്ചിൽ അങ്ങ് കേൾക്കുന്നില്ലയോ? എന്നെ അങ്ങ് തന്നെ എടുത്ത്, എനിക്ക് ഇഴയാൻ പോലും സാധ്യമല്ല, അതിനുള്ള ശക്തി പോലുമില്ല. ഞാൻ എങ്ങനെ അങ്ങയുടെ അടുത്തെത്തും? ഞാൻ ദുർബലൻ. എൻ്റെ പരിശ്രമം അത് ഒന്നുമല്ല. അതുകൊണ്ട് അങ്ങ് എന്നോട് അല്പം ദയവ് കാണിച്ച് അങ്ങ് തന്നെ എന്നെ അങ്ങയോട് ചേർക്കണം. അങ്ങനെ ഭഗവാൻ ജീവനെ തന്നോടുകൂടെ ചേർക്കുമ്പോഴാണ് ആ ജീവന് ആത്മജ്ഞാനം അല്ലെങ്കിൽ മോക്ഷം സിദ്ധിക്കുന്നത്. അതാണ് കാരണം. സാധനയൊക്കെ ആദ്യം ചെയ്തോളൂ, ഞാൻ ഇപ്പോൾ പിടിച്ചു കളയും, ഇപ്പോൾ എത്താറായി, കയ്യിൽ കിട്ടിക്കഴിഞ്ഞു എന്നൊക്കെ തോന്നും. ഒന്നും കിട്ടത്തില്ല, അങ്ങനെയൊന്നും കിട്ടത്തില്ല. അതിനു വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതിനുവേണ്ടി ജീവിതത്തെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. മനസ്സുകൊണ്ട് സദാ ഈ ആത്മതത്വത്തെ അനുധാവനം ചെയ്യുമോ നിങ്ങൾ? ഇതാണ് ചോദ്യം. ഒരു സെക്കൻഡ് പോലും ആ പരമാത്മാവിനെ മറന്ന് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സ്ഥിതി വന്നാൽ നിങ്ങൾ താമസിയാതെ അതിനെ പിടിച്ചെടുക്കും. അല്ല, അത് നിങ്ങളെ ഭക്ഷിക്കും. നിങ്ങളാരപ്പാ പിടിച്ചെടുക്കാൻ? അല്പനായ ജീവൻ ഒന്നുറങ്ങിയാൽ എവിടെ പോയി എന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഈ ജീവഭാവം, ഞാനെന്ന അഹങ്കാരം,
അതുകൊണ്ട് ആ മഹാസത്യത്തെ, പ്രപഞ്ചത്തിൻ്റെ അധിഷ്ഠാനമായിരിക്കുന്ന ആ ബോധസ്വരൂപനെ ഈ ജീവൻ എങ്ങനെ പിടിച്ചെടുക്കും? ഇവൻ ആരിവൻ? പണ്ട് 9ാം ക്ലാസ്സിൽ പഠിച്ച ഒരു പദ്യത്തിൻ്റെ വരികൾ ഓർമ്മ വരികയാണ്. ഹിമാലയത്തിൻ്റെ മുകളിൽ കയറിയല്ലോ ടെൻസിങ്ങും ഹിലാരിയും. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു കവി എഴുതിയതാണ്. ഇവൻ്റെ വിചാരം, ഞാൻ ഹിമാലയത്തെ കീഴടക്കി എവറസ്റ്റിൻ്റെ നെറുകയിൽ കാലുകുത്തി എന്നിവൻ അവിടെ ചെന്ന് ഒരാൾ നേപ്പാളുകാരനായിരുന്നു, മറ്റേ ആൾ ന്യൂസിലൻഡുകാരനാണ്. ടെൻസിങ് നോർഗെ എന്ന് പറയുന്നയാൾ നേപ്പാളിയാണ്. എഡ്മണ്ട് ഹിലാരി ന്യൂസിലൻഡുകാരനാണ്. അപ്പോൾ ഇന്ത്യക്കാരും ഇല്ല അതിൽ. അപ്പോൾ അതാത് ദേശത്തിൻ്റെ കൊടി അവിടെ കൊണ്ട് നാട്ടിയിട്ട് മനുഷ്യനിങ്ങനെ നെളിഞ്ഞ്, കാരണം പ്രപഞ്ചത്തിൻ്റെ മേൽക്കൂരയാണ്, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഭൂമിയുടെ മേൽക്കൂരയാണ് എവറസ്റ്റ് പർവ്വതം, ആ എവറസ്റ്റ് എന്ന് പറയുന്ന കൊടുമുടി. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയിരുന്നിട്ട് ഇവൻ ഞെളിഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് കവി ഒരു പരിഹാസം കലർത്തി ചോദിക്കുകയാണ്, ആരീ മനുഷ്യൻ ഒരിത്തിരി കൂണുപോൽ കേറി നിൽക്കുന്നു പ്രപഞ്ചമേൽക്കൂരയിൽ, കോടി ശതാബ്ദങ്ങൾ മഞ്ഞുവാരിക്കളിച്ചോടി നടന്നു വളർന്ന പാർശ്വങ്ങളിൽ. കോടി ശതാബ്ദങ്ങൾ, അനേകം തലമുറകൾ മഞ്ഞുവാരി കളിച്ച് ഓടി നടന്ന പ്രദേശമാണ് ഹിമാലയം. അതിൽ ഒരു ശൃംഗത്തിൽ എവറസ്റ്റ് എന്ന് പറയുന്ന കൊടുമുടിയുടെ മുകളിൽ കയറി നിൽക്കുന്ന ഈ മനുഷ്യൻ ഒരു ചെറിയ കൂണ് പോലെയേ ഉള്ളൂ. പക്ഷെ അവൻ്റെ വിചാരം അവൻ എന്തോ വലിയ ആളാണെന്നാണ്. പ്രപഞ്ചത്തിൻ്റെ മേൽക്കൂരയിൽ കയറി നിന്നിട്ട് കൂണ് പോലെയുള്ള ഒരു മനുഷ്യൻ എന്ത് അഹങ്കാരമാണ് കാണിക്കുന്നത്? അവൻ്റെ അഹങ്കാരത്തിന് അതിരുണ്ടോ എന്നാണ്. അതുപോലെ ഈ ജീവഭാവം എന്ന് പറയുന്നത് നിസ്സാരമാണെന്ന് ആദ്യം തിരിച്ചറിയുക. ആ ജീവഭാവത്തിനും ആ ജീവഭാവത്തിൽ നിന്നും പൊന്തുന്ന രാഗദ്വേഷങ്ങൾ, ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ, ചിന്തകൾ, ആ പദ്ധതികൾ, ഇവയ്ക്കൊന്നും പ്രാധാന്യം നൽകാതിരിക്കും. എൻ്റെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്, ഞാൻ അതിൽ മാത്രം ശ്രദ്ധ പതിപ്പിക്കും. പുറമേയുള്ള കർമ്മങ്ങൾ അത് നടക്കും. ആഫീസിൽ പോകണമെങ്കിൽ ആഫീസിൽ പോകും, പാടത്ത് പണിയെടുക്കണമെങ്കിൽ അവിടെ ചെന്ന് പണിയെടുക്കും, കുട്ടികളുടെ കാര്യം നോക്കണോ, റെഡി. അങ്ങനെ ജീവിച്ച ഒരു വ്യക്തിയാണല്ലോ നമ്മുടെ ബാലകൃഷ്ണൻ നായർ സാറ്. അദ്ദേഹം സന്യാസിയൊന്നുമല്ല, ഗൃഹസ്ഥനായിരുന്നു. 4-5 കുട്ടികളുടെ അച്ഛനായിരുന്നു. അങ്ങനെയുള്ള ഒരു ഗൃഹസ്ഥന് ആത്മജ്ഞാനം നേടാമെങ്കിൽ ഗൃഹസ്ഥന്മാരായ ബഹുഭൂരിഭാഗം ജനങ്ങൾക്കും എന്തുകൊണ്ട് ഈ ജ്ഞാനം നേടിക്കൂടാ? ഇതാണ് ചോദ്യം. ഇതിനു വേണ്ടി വീട് വിട്ടിറങ്ങുക, കാശിയിലോ രാമേശ്വരത്തോ കൈലാസത്തിലോ ഒക്കെ അവിടെ ചെന്ന് താമസിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങളോട് പറയാം, ഒരു ചുക്കും കിട്ടില്ല, ഒരു ചുക്കും കിട്ടാൻ പോകുന്നില്ല. ഇവിടെ കിട്ടാത്തത് നിങ്ങൾ എവിടെ പോയാലും കിട്ടില്ല. എവിടെയും കിട്ടുന്നതാണ് ഈ ആത്മസാക്ഷാത്കാരം. അത് ഇവിടെ ഇരുന്നാലും കിട്ടും, നമ്മുടെ വീട്ടിലിരുന്നാലും കിട്ടും, കുടുംബത്തിൻ്റെ ഒത്ത നടുക്കിരുന്നാലും കിട്ടും. ഈ സ്ഥലം മാറിയതുകൊണ്ട് എങ്ങനെയാണ് ആത്മജ്ഞാനം ഉണ്ടാവുക? ഇവിടെ ഇല്ലാത്ത ഒന്ന് മറ്റൊരു സ്ഥലത്ത് ഉള്ള ഒന്നാണ് ഈ ആത്മാവെങ്കിൽ ഇവിടെ കിട്ടാത്തത് അവിടെ ചെന്നാൽ കിട്ടും. ഇവിടെ കാശ്മീർ ആപ്പിൾ കിട്ടത്തില്ല. ഇനി അഥവാ കിട്ടുകയാണെങ്കിലും തീ വിലയായിരിക്കും. അവിടെ പോയി കഴിഞ്ഞാൽ ഏതാണ്ട് ഇതേ വില തന്നെ കൊടുക്കണം. അപ്പം അവിടെ പോയത് കൊണ്ട് കിട്ടും, ഇവിടെ കിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഇല്ല എന്നല്ലേ അർത്ഥം. അത് നമ്മുടെ ഹൃദയത്തിനകത്ത് തന്നെ ഉള്ള ഒന്നാണല്ലോ. ഹൃദയാന്തർഭാഗത്ത് ഞാൻ എന്ന അനുഭവത്തിൻ്റെ അധിഷ്ഠാനമായി വർത്തിക്കുന്ന ഒന്നാണല്ലോ. അതിനെ അന്വേഷിക്കാൻ എന്തിന് അനങ്ങണം? ഇരുന്നിടത്തുനിന്ന് അനങ്ങണ്ട. ഞാനതാണ് തീരുമാനിക്കാമോ? അതാണ് അല്പം ബുദ്ധിമുട്ട് കേട്ടോ. അപ്പോഴാണ് ആളുകൾ തല ചൊറിയുന്നത്. അതാണ് ബുദ്ധിമുട്ട്. ഞാൻ വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും പോവാം, എന്തൊക്കെ തപസ് വേണമെങ്കിലും അനുഷ്ഠിക്കാം, എന്ത് വ്രതങ്ങൾ വേണമെങ്കിലും ഞാൻ ചെയ്യാം, എത്ര കാശ് വേണമെങ്കിലും ചെലവാക്കാം. പക്ഷെ ഞാൻ ആത്മാവാണ്
സകലതും ആത്മമയമാണ് എന്ന് അംഗീകരിക്കാൻ പറയുമ്പോൾ മാത്രം ബുദ്ധിമുട്ട് വിചാരിക്കുന്ന ആൾക്കാർ. എന്തുകൊണ്ട്? അത് ബുദ്ധിമുട്ടായത് കൊണ്ടൊന്നുമല്ല, നമുക്ക് അതിനോട് വലിയ പ്രതിപത്തിയില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, എവിടെയെങ്കിലുമൊക്കെ പോകണം, പോയി അവിടെ ഇരുന്ന് ആത്മധ്യാനം ചെയ്യണം. നിങ്ങൾ ഹിമാലയത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് ആത്മഹത്യ ചെയ്താലും നിങ്ങളുടെ മനസ്സിൻ്റെ ആ വാനര സ്വഭാവം ഉണ്ടല്ലോ, അത് പോയില്ല. ഇവിടെ ചാടിക്കളിക്കുന്ന അതേ മനസ്സ് ഹിമാലയത്തിൻ്റെ നെറുകയിൽ ചെന്നിരുന്നാലും അല്ലെങ്കിൽ ഹിമാലയ പർവ്വതത്തിലെ ഒരു ഗുഹയുടെ ഉള്ളിൽ കയറിയിരുന്നാലും ഇതേ കൊരങ്ങനെയും കൊണ്ടാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ളത് എപ്പോഴും ഓർമ്മ വേണം. അവനെ ഇവിടെ ഇരുന്ന് മരിക്കാൻ നോക്കാതെ സ്ഥലം മാറിയത് കൊണ്ട് അവൻ നമ്മുടെ ചൊൽപ്പടിക്ക് നിൽക്കുകയില്ല. ഇരുന്നിടത്ത് നിൽക്കൂ. പോകാം, മറ്റ് സ്ഥലങ്ങളിൽ പോകാം, അതൊന്നും വേണ്ടെന്ന് പറയുന്നില്ല. പോയിട്ട് പോന മച്ചാൻ തിരുമ്പി വന്താൻ എന്ന് പറഞ്ഞതുപോലെ പോയിട്ട് അതുപോലെ മടങ്ങി വരാമെന്നുള്ളതല്ലാതെ ഒരു വിശേഷവുമില്ല. കുറച്ച് ഒരു ചേഞ്ച്, നോർമലായിട്ടുള്ളത്, ഇന്നൊരു ചെറിയ വ്യത്യാസം. പുറത്തു നിന്നുള്ള ഭക്ഷണം, വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കാതിരുന്നാൽ തന്നെ അതൊരു വലിയ സന്തോഷമായി കരുതുന്ന ആൾക്കാരാണ് പുറത്തുനിന്ന് കഴിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ. അപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോവുക, കുറേ ആളുകളെ കാണുക, അല്ലെങ്കിൽ അവിടുത്തെ ദേവനെ ആരാധിക്കുക, ഗംഗയിൽ കുളിക്കുക, ഒക്കെ നല്ലതാണ്. പക്ഷേ അന്തിമമായി സർവം ബ്രഹ്മമയം എന്നുള്ള ഭാവം ഉള്ളിൽ ഉറയ്ക്കാതെ നമ്മൾ രക്ഷപ്പെടുന്ന സാധ്യത കാണുന്നില്ല. അപ്പം ഈ ആത്മജ്ഞാനത്തെ പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അത് അനുഭവിക്കുന്നവർക്ക് പോലും അതെന്താണെന്ന് വിശദീകരിക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കുക? ഒരു ശ്ലോകം കൂടെ വായിച്ചിട്ട് നിർത്താം. ഗുണം മമേമം ജാനാതോ ജനഃ പൂജാം കരോതു മേ ഇത്യഹങ്കാരിണാമീഹ നതു തന്മുക്തചേതസാം. ഗുണം മമ ഇമം ജാനാതു ജനഃ. ഈ ജനങ്ങൾ എൻ്റെ ഉള്ളിലുള്ള ഈ സദ്ഗുണത്തെ തിരിച്ചറിയട്ടെ. ഈ വ്യക്തിയിൽ ഇന്നിന്ന ഗുണങ്ങളുണ്ട് എന്ന് ഈ ലോകം അറിയട്ടെ എന്ന് കരുതുന്നവൻ അല്പനാണ്, എന്ന് വിചാരിക്കുന്നവൻ അല്പനാണ്. എൻ്റെ പാണ്ഡിത്യം, എൻ്റെ അറിവ്, ഇതിനെയൊക്കെ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തികൾ വാസ്തവത്തിൽ അല്പന്മാരാണ്. എന്നിലുള്ള ഗുണങ്ങളെ ഈ ജനങ്ങൾ അറിയട്ടെ. അറിഞ്ഞാൽ മാത്രം പോരാ, പൂജാങ്കരോതുമേ, അവരെന്നെ പൂജിക്കട്ടെ, എന്നെ ആദരിക്കട്ടെ, എനിക്കൊരു പൊന്നാടയൊക്കെ ചേർത്തട്ടെ, ഒരു സമ്മേളനമൊക്കെ വിളിച്ചു കൂട്ടി, ഇദ്ദേഹം ഒരു വിജ്ഞാന ഭണ്ഡാകാരമാണ്, ജീവിച്ചിരിക്കുന്ന ശങ്കരാചാര്യരാണ്, ഇപ്പം ജീവിച്ചിരിക്കുന്ന ശങ്കരാചാര്യരാണ്, അല്ലെങ്കിൽ അഭിനവ വിവേകാനന്ദനാണ്. ഓ, അങ്ങനെയൊക്കെ കേൾക്കാൻ ഇയാൾക്ക് ആഗ്രഹമുണ്ട് ഉള്ളിൽ. അതൊക്കെ കേട്ട് അങ്ങനെ ഉള്ളിൽ കുളിര് കോരി നിൽക്കാൻ ഇദ്ദേഹത്തിന് വലിയ ആഗ്രഹമാണ്. ഇതാണ് അല്പത്വം എന്ന് പറയുന്നത്. നിങ്ങളിൽ യഥാർത്ഥ മഹത്വമുണ്ടെങ്കിൽ നിങ്ങൾ എത്ര മൂടി മറച്ചാലും അത് ലോകം കണ്ടുപിടിക്കും. നിങ്ങൾക്ക് ആ മാഹാത്മ്യം നിങ്ങളിലുണ്ടെന്ന് മറ്റുള്ളവർ തിരിച്ചറിയും. അതിനുള്ള അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും. അപ്പോൾ ഇതിനെയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു എന്താ പറയുന്നത്, അതൊരു മഹത് വ്യക്തിക്ക് ചേർന്ന ഒന്നല്ല. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഗുണങ്ങളെ ജനങ്ങൾ അറിയട്ടെ, അവർ എന്നെ പൂജിക്കട്ടെ എന്നൊക്കെ കരുതുന്നവർ ഇത്യഹങ്കാരിണാമീഹ, അതൊക്കെ അഹങ്കാരികളുടെ ആഗ്രഹമാണ്. ഇങ്ങനെയുള്ള ചിന്തകൾ അവരുടെ ഉള്ളിൽ ഞാൻ തടിച്ചു കൊഴുത്തിരിക്കുന്നു. ഞാനിനെ നേർപ്പിച്ച് കുറച്ചായിട്ട് അതിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അശേഷം താത്പര്യം കാണിക്കാറില്ല. ഇതൊക്കെ അഹങ്കാരികളുടെ പ്രകടനമാണ്. നതു തന്മുക്തചേതസാം, അഹങ്കാരത്തിൽ നിന്നും പൂർണ്ണമായി മുക്തി നേടിയവർ,
അഹങ്കാരത്തെ പൂർണ്ണമായി പരിത്യജിച്ചവർ ഇങ്ങനെയുള്ള അല്പങ്ങളായ ആഗ്രഹങ്ങൾ ഉള്ളിൽ വെച്ചു പുലർത്താറില്ല. അവർ ആരും തന്നെ അറിയണം, തൻ്റെ മഹത്വം മനസ്സിലാക്കണം എന്നവർക്ക് താത്പര്യമില്ല. അവർ ഈ ഞാനിനെ ഒരാളായിട്ടേ കരുതിയിട്ടില്ല. ഈ ജീവഭാവം ഉണ്ടല്ലോ, അത് അത്യന്തം നിസ്സാരമാണ് എന്ന സത്യം മനസ്സിലാക്കിയവർ ജനങ്ങളുടെ ആദരവോ ബഹുമാനമോ അംഗീകാരമോ ഒന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല. തീർന്നില്ല, ഇനിയും കുറേ ഉണ്ട്. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം.